ലോകത്ത് തന്നെ ഏറ്റവും കൂടുതൽ ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് മാനസിക ആരോഗ്യം എന്ന് പറയുന്നത്. ഇടുക്കിയിൽ നിന്നുള്ള ഈ ഒരു വാർത്ത അതിനെക്കുറിച്ചാണ്. ചേട്ടാ, ഞങ്ങളോടൊരു 10 മിനിറ്റ് സംസാരിക്കുക. ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ച ഗൃഹനാഥനോട് ഇടുക്കി SI ബിബിൻ നടത്തിയ സംഭാഷണത്തിൽ നിന്നുള്ള ഒരു വാചകമാണിത്. SI ബിബിൻ്റെ സമയോചിതമായ ഇടപെടലും ആത്മവിശ്വാസം പകരുന്ന സംസാരവും ഒരു ജീവനാണ് രക്ഷിച്ചത്. ഇടുക്കി തടിയമ്പാടാണ് കുടുംബ പ്രശ്നങ്ങളെ തുടർന്ന് കതകടച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച ഗൃഹനാഥനെ വാക്കുകളിലൂടെ അനുനയിപ്പിച്ച് 2ാം നാൾ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചിരിക്കുകയാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ. ചുമതലയേറ്റ് 2 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ SI ബിബിന് എന്നുള്ളതാണ്. ആ സംഭാഷണം നമുക്ക് കേൾക്കാം. ചേട്ടാ വർഗീസേട്ടാ 10 മിനിറ്റ് സംസാരം അതൊന്നഴിച്ച് കഴിച്ചെന്നഴിക്ക് വർഗീസേട്ടൻ പ്രതിയൊന്നുമല്ലല്ലോ. ഞാൻ വന്നിട്ട് 2 ദിവസമായിട്ടുള്ളൂ. ഞാൻ തീരുമാനം എടുക്കാം. ഞാൻ നിങ്ങളെ 2പേരെയും വിളിക്കാം. ഫാമിലി എന്ത് കൃഷ്ണയുടെ നമുക്ക് തീർക്കാം. കഴിച്ച് ഇപ്പൊ തന്നെ ഞാൻ തീരുമാനം എടുക്കാം. ഉറപ്പല്ലേ കയറി നിൽക്കാൻ ഞാനാണ് പറയണേ. ഞാൻ ഉറപ്പ്. ഞാൻ 2 ദിവസമായിട്ട് ജോയിൻ ചെയ്തിട്ട് ഞാൻ നിങ്ങളെ വിളിപ്പിക്കും. ഞാൻ തീരുമാനം എടുക്കും. വർഗീസേട്ടാ ഇത് കഴിക്കാൻ ഒരു മകനാണെന്നുള്ളത് തീരുമാനിച്ചിട്ടില്ല. ഒരു മകനാണെന്നുള്ളത് നോക്ക്. ഞാൻ ചെയ്തുതരാം. എല്ലാ സഹായം ചെയ്തുതരാം. ഇടുക്കിയിൽ നിന്നും ബിനീഷ് ആന്റണി ചേരുന്നുണ്ട്. ബിനീഷ്, വീഡിയോയിൽ തന്നെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട് താൻ ജോയിൻ ചെയ്തിട്ട് 2 ദിവസമേ ആയിട്ടുള്ളൂ, പക്ഷെ താൻ തീരുമാനമുണ്ടാക്കാം, എന്ത് പ്രശ്നമായാലും താൻ തീരുമാനമുണ്ടാക്കാം എന്ന് ഉറച്ച ആത്മവിശ്വാസത്തോടെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നുണ്ട്. എന്തെല്ലാമാണ് വിവരങ്ങൾ? നിലവിൽ എന്താണ് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ? അതുല്യ, തീർച്ചയായിട്ടും ആ ഒറ്റവാക്കിൽ തന്നെയാണ് അദ്ദേഹം ഈ ആത്മഹത്യാ മുനമ്പിൽ നിന്ന് മാറിയതെന്ന് വേണം പറയാൻ. കഴിഞ്ഞ ദിവസമാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ഇടുക്കി തടിയമ്പാട് കാർത്തിയാനി കവലിലാണ് ഈ നാടിനെ തന്നെ മുൾമുനയിൽ നിർത്തിയ ഈ ഒരു സംഭവം അരങ്ങേറിയത്. മദ്യപിച്ചെത്തിയ ഗൃഹനാഥൻ ഭാര്യയും മക്കളെയും വാക്കത്ത് കാട്ടി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു. പരിഭ്രാന്തിയായ ഭാര്യ ഉടൻ തന്നെ ഈ പോലീസിന്റെ എമർജൻസി നമ്പറായ 112ലേക്ക് വിളിച്ച് വിവരം പറയുകയായിരുന്നു. ഈ സന്ദേശം ലഭിച്ച ഉടൻ തന്നെ ഇടുക്കി SI ബിബിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി. ഈ പോലീസിനെ കണ്ടതോടെ ഭയന്ന ഇയാള് വീടിന്റെ മുറിക്കുള്ളിൽ കയറി കതകടക്കുകയും കഴുത്തിൽ കയർ കുരുക്കി ആത്മഹത്യക്ക് ശ്രമിക്കുകയുമായിരുന്നു. പോലീസ് എത്ര അനുനയിപ്പിക്കാൻ ശ്രമിച്ചിട്ടും ഇയാൾ താഴെയിറങ്ങാൻ കൂട്ടാക്കില്ല. തുടർന്ന് ഏതായാലും അതീവ ക്ഷമയോടെ തന്നെ SI ബിബിൻ വർഗീസിനോട് സംസാരിക്കാൻ തുടങ്ങി. ചേട്ടാ, നിങ്ങളുടെ മകനാണ് ഞാനെന്ന് കരുതി ഞാൻ പറയുന്നു, ചേട്ടൻ താഴെ ഇറങ്ങുക എന്ന് SI സ്നേഹ നിർഭരമായ വാക്കുകളിലൂടെ പറയുകയായിരുന്നു. ഞാൻ വന്നിട്ട് 2 ദിവസമേ ആകുന്നുള്ളൂ, നമുക്ക് എന്ത് പ്രശ്നമായാലും നമുക്ക് പരിഹാരമുണ്ടാക്കാം എന്ന ഒരു വാക്കുകളായിരുന്നു ഈ SI ബിബിൻ പറഞ്ഞത്. ഏതായാലും ഈ മനസ്സലിഞ്ഞ ഇദ്ദേഹം ആത്മഹത്യ ശ്രമത്തിൽ നിന്ന് പിന്തിരികയായിരുന്നു. ഏതായാലും വാതിൽ തുറന്ന് പുറത്തിറങ്ങി പോലീസിനോട് സഹകരിക്കുകയും ചെയ്തു. താഴെ ഇറങ്ങിയ ഗൃഹനാഥനെ ആശ്വസിപ്പിച്ച് പോലീസ് കുടുംബത്തിലെ തർക്കങ്ങളും പ്രശ്നങ്ങളെല്ലാം തന്നെ വിശദമായി തന്നെ ചോദിച്ചറിയുകയായിരുന്നു. ഏതായാലും വീട്ടുകാരുമായെല്ലാം തന്നെ സംസാരിച്ച് പ്രശ്നങ്ങൾക്ക് രമ്യമായി പരിഹരിക്കുകയും ഏതായാലും ആവശ്യമായ കൗൺസിലിംഗ് നൽകുകയും ചെയ്ത ശേഷമാണ് ഈ പോലീസ് സംഘം ഇവിടെ നിന്ന് മടങ്ങിയത്. ഏതായാലും ചാർജ് ഏറ്റെടുത്ത് ഈ 2ാം ദിവസം തന്നെ തന്റെ ഔദ്യോഗിക പദവിക്കപ്പുറം തന്നെ ഈ മനുഷ്യത്വത്തിന്റെ മുഖമായി മാറിയ SI ബിബിൻ ഇപ്പോ നാട്ടുകാരുടെ വലിയ കയ്യടിയാണ് സ്വീകരിക്കുന്നത്. അതില്ല, തീർച്ചയായും ബിനീഷ് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യത്വം, അതായത് ജോലിക്കപ്പുറം അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്തം, കടമ എന്നതിനപ്പുറം മനുഷ്യത്വപരമായ ഒരു ഇടപെടലിൻ്റെ പ്രാധാന്യം തന്നെയാണ്. പ്രതിസന്ധികളെയും പ്രശ്നങ്ങളെയും എല്ലാവർക്കും ഒരേ രീതിയിൽ അഭിമുഖീകരിക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷേ അങ്ങനെ കഴിയാത്ത ആളുകളോടും ആത്മസംയമനത്തോടു കൂടി പെരുമാറേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുന്നത്. ബിനീഷ് ആന്റണിയാണ് വിവരങ്ങൾ നൽകിയത്.